തദ്ദേശ അദാലത്തിൽ കൊല്ലത്ത് തീർപ്പാക്കിയത് 1139 പരാതി. ഫയലുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. ഇതുവരെ വിവിധ ജില്ലകളിൽ നടന്ന അദാലത്തിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് കൊല്ലത്ത് 1679 പരാതി. 1242 ഓൺലൈനിലും 437 വെള്ളിയാഴ്ച നേരിട്ടും സമർപ്പിച്ചവയാണ്. നേരിട്ടുള്ള പരാതികളിൽ 35 തീർപ്പാക്കി. ശേഷിച്ച പരാതികൾ 2 ആഴ്ചക്കകം പരിഹരിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം തോടിനു കുറുകെ പുതിയ പാലം നിർമ്മിക്കാനും വീടെന്ന സ്വപ്നം വഴിമുട്ടി നിന്ന വീട്ടമ്മയ്ക്ക് വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടിയെടുത്തതായും മന്ത്രി അറിയിച്ചു. ഭവന പുനരുദ്ധാരണ സഹായത്തിനുള്ള തടസ്സം കോർപ്പറേഷൻ ശുപാർശ ലഭിക്കുന്നതനുസരിച്ച് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആകെ ലഭിച്ച പരാതികൾ 1679 അതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത 1242 പരാതികളും ഇന്ന് നേരിട്ട് വന്ന 437 പരാതികളും ഉൾപ്പെടെയാണ് ഈ 1679. ഇന്ന് നേരിട്ട് വന്ന 437-ൽ 35 തീർപ്പാക്കാനായിട്ടുള്ളൂ. അത് തന്നെ ഇന്ന് വരുന്നത് ഇന്ന് തീർപ്പാക്കുമെന്ന് കണ്ടിരുന്നതല്ല. പക്ഷെ ഇവിടെ 35 നമ്മൾ തീർപ്പാക്കി. 1/2 സെൻറ്റ് 1 സെൻറ്റ് 1.5 സെൻറ്റ് ഒക്കെ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഇതുവരെ നമ്പർ കിട്ടാത്തതും അതുമൂലമുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അവരുടെ പരാതിയിലുള്ളത്. ഇന്ന് വന്ന പരാതിയാണ്. അത് ഇന്ന് തന്നെ ഇതിൻ്റെ ഒരു അടിയന്തര സ്വഭാവം പരിഗണിച്ച് അത് അക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കി. കൊല്ലം കോർപ്പറേഷനിലെ തീരദേശ മേഖലയിലെ തൊഴിലാളികളുടെ വീടുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ നികുതി ഒഴിവാക്കി ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇവർക്ക് UAN നമ്പർ അനുവദിക്കാൻ തീർപ്പാക്കി. പട്ടയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥാവകാശം അനന്തരാവകാശികൾക്ക് മാറ്റി നൽകും. M. നൌഷാദ് MLA അധ്യക്ഷനായി. സുജിത് വിജയംപിള്ള MLA, കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, തദ്ദേശഭരണ സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കൊല്ലം കളക്ടർ N. ദേവിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.